അതിന് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങളാളെ വിളിച്ചാൽ മതി. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർകളെ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിലേക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി മുഖ്യമന്ത്രിയുടെ പ്രസംഗം നല്ലതാണെന്ന് ആരും പറയരുത്, പ്രത്യേകിച്ച് വേദിയിലുള്ള അവതാരകർ. അത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഷ്ടമില്ല. കേരളത്തിലെ ജനങ്ങളോട് നേരിട്ട് സംവദിച്ച് പലതും പഠിച്ച മുഖ്യമന്ത്രി തന്റെ നിലപാട് തെല്ലുക്ഷോഭത്തിൽ പറയുകയായിരുന്നു. ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാഫ് പരിപാടിയുടെ ഉദ്ഘാടനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ക്ഷോഭം. പ്രസംഗവേദിയിൽ പലതരത്തിൽ പിണറായിയുടെ ക്ഷോഭം ചർച്ചയായിട്ടുണ്ട്. സ്വാഗത പ്രസംഗം കൂടിയാൽ പോലും വഴക്ക് കിട്ടും. ഇത് ആദ്യമായാണ് നല്ലത് പറഞ്ഞതിനും വഴക്ക് പറയുന്നത്. മുഖ്യമന്ത്രി ഇൻസാഫിൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഇരിപ്പിടത്തിലേക്ക് മടങ്ങുമ്പോഴാണ് താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്, ഇതായിരുന്നു അവതാരിക പറഞ്ഞത്. ഇതോടെ വേദിയിൽ നിന്ന് മടങ്ങിയ മുഖ്യമന്ത്രി പിണറായി സിനിമാ സ്റ്റൈലിൽ തിരിഞ്ഞു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, അമ്മാതിരി കമൻ്റൊന്നും വേണ്ട, നിങ്ങൾ ആളെ വിളിക്കുന്നുവെങ്കിൽ അത് മതി. ഇതായിരുന്നു ക്ഷോഭത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ കമന്റ്. ഇത് കേട്ടിട്ടും അവതാരക പതറിയില്ല എന്നതാണ് വസ്തുത. ഒന്നും സംഭവിക്കാത്ത വിധം റവന്യൂ മന്ത്രിയായ കെ രാജനെ ഉപചാരപൂർവ്വം ക്ഷണിച്ചു. അദ്ദേഹം വന്ന് ഒന്നും സംഭവിക്കാത്ത വിധം അടുത്ത പ്രസംഗവും നടത്തി. ഇരിപ്പിടത്തിലെത്തിയ മുഖ്യമന്ത്രി തൊട്ടടുത്ത സീറ്റിലുള്ള പ്രമുഖനോട് എന്തോ സംസാരിക്കുകയും ചെയ്തു. പുകഴ്ത്തലിലെ അപ്രിയത അറിയിച്ചെന്ന് വേണം കരുതാൻ. ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനും പിണറായി വിജയന്റെ അതിവിശ്വസ്തനുമായി എ റഷീദായിരുന്നു തൊട്ടടുത്ത സീറ്റിലിരുന്നത്. റഷീദിനോടാണ് മുഖ്യമന്ത്രി എന്തോ കമന്റ് പറഞ്ഞത്. മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലും ചടങ്ങിലുണ്ടായിരുന്നു. നവകേരള സദസ്സിന്റെ തുടർച്ചയായി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിനാണ് ഇന്ന് തുടക്കമായത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പുരോഗതിയും ഭരണഘടനാ അവകാശങ്ങളും പ്രാതിനിധ്യവും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിടുന്ന പരിപാടിയുടെ ആദ്യഘട്ടമായി മുസ്ലിം വിഭാഗങ്ങളുമായുള്ള മുഖാമുഖമാണ് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാഫ് എന്ന പേരിലുള്ള പരിപാടിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു. നവകേരള സദസ്സിനിടെ മുൻമന്ത്രി കെ ശൈലജയ്ക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ഏറെ ചർച്ചയായിരുന്നു. ഇതിന് സമാനമായി പ്രൊഫസർ PS ശ്രീകലയെ ഒരു ഔദ്യോഗിക ചടങ്ങിനിടെ സ്വാഗത പ്രസംഗത്തിന് വിമർശിച്ചതും വൈറലായി. ഇതിനൊപ്പം പ്രകാശം കൂടിയ ലൈറ്റിംഗ് സംവിധാനത്തിനെതിരായ പ്രതികരണവും മൈക്ക് ഓപ്പറേറ്റർ വിഷയവും എല്ലാം കേരളം ചർച്ച ചെയ്തു. ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ് ഇന്ന് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്നത്. വേദിക്ക് പിന്നിലായിരുന്നു അവതാരകൻ നിന്നത്. അതുകൊണ്ട് തന്നെ ശബ്ദം മാത്രമേ പുറത്തു കേൾക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഏതായാലും മുഖ്യമന്ത്രിയുടെ ക്ഷോഭത്തോടെയുള്ള പ്രതികരണം വന്നിട്ടും പകച്ചില്ല എന്നതാണ് വസ്തുത. സാധാരണക്കാരനോട് തന്റെ അധികാരം കാണിക്കുന്ന പിണറായി വിജയന്റെ അഹങ്കാരം തുടർച്ചയായി തന്നെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് വേദിയിലും സംഭവിച്ചത്.